You are listening to St. Thomas Radio 2.0, information, education and entertainment. This is RJ Hera. This is RJ Nabhan. നിങ്ങളുടെ സ്വന്തം സ്കൂൾ റേഡിയോയുടെ ഈ ആദ്യ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ. അറിവും ആനന്ദവും പ്രചോദനവും നിറഞ്ഞ നിമിഷങ്ങളുമായി ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം. To officially inaugurate St. Thomas Radio, we respectfully invite our headmaster to inaugurate the program through a song. അറിവിന്നക്ഷയ ഖനികൾ തുറക്കാം, അക്ഷരമോദിടാം. വായന തൻ വിശാലവാന വാതിൽ തുറന്നിടാൻ. അറിവിന്നക്ഷയ ഖനികൾ തുറക്കാം, അക്ഷരമോദിടാം. സെൻറ് തോമസ് ഹൈസ്കൂളിൻ്റെ റേഡിയോ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. Thank you, sir. Your melodious beginning has made this inauguration truly memorable. ഹൃദയത്തിൻ്റെ ഭാഷയാണ് കവിത. ചിന്തകൾക്ക് ചിറകേകുകയും വികാരങ്ങൾക്ക് ശബ്ദമേകുകയും ചെയ്യുന്ന മനോഹരമായ കവിതയുമായി ഇനി നിങ്ങളിലേക്ക് എത്തുന്നത് എട്ടികയിലെ ഹെലനാണ്. ഹായ്, ഞാൻ ഹെലൻ. ഗ്രാമം എന്ന വിഷയത്തിൽ ജനകീയ കവിയായ ചങ്ങമ്പുഴയുടെ ആ കുഗ്രാമത്തിൽ എന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. വിലസി വിഗതാലസം 3 സംവത്സരം വിജയനോടു കൂടിയ നാട്ടിൻ പുറത്തു ഞാൻ. ഒരു ചെറിയ കുഗ്രാമമാണെങ്കിലെന്തെനിക്ക് അരുതിനി മറക്കാൻ അവിടെ എൻ ജീവിതം. നഗരസുഖമേ നീ നമസ്കരിച്ചിടുക ആ നഗവനതലങ്ങൾ തൻ നഗ്നപാദങ്ങളിൽ. അവനത ശിരസ്കയായി നിൽക്കേണ്ടതാണു നീ അവിടെ എഴുമോരോ സമൃദ്ധി തൻ മുന്നിലും. പല പല ജനങ്ങൾ തൻ കോലാഹലങ്ങളാൽ അലകളിളകിടാത്ത ശാന്താന്തരീക്ഷവും അവികല സമാധാന സങ്കേതകങ്ങൾ പോൽ അവിടവിടയായി കാണുമൂലപ്പുരകളും. ഇനിയും ഇത്തരം മികച്ച അവതരണങ്ങളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഹെലന് എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ. As part of the anti-drug initiatives Beyond Bus by the Maranthawadi Diocese Corporate Educational Agency and Jeevanam by the St. Thomas High School, Nadavel, we are committed to spread the message of a healthy, drug-free life. To share a few inspiring words on this important cause, we now invite Najiget to deliver his message. നമസ്കാരം. തീ വീടുകളെ മാത്രം ചുട്ടരിക്കും, എന്നാൽ ലഹരി ജീവിതത്തെയാണ് ചാരമാക്കുന്നത്. ഒരു കാലത്ത് പ്രതീക്ഷകളാൽ നിറഞ്ഞു നിന്ന കണ്ണുകൾ ഇന്ന് ശൂന്യതയിലേക്ക് നോക്കുന്നു. ഒരു കാലത്ത് സ്വപ്നങ്ങൾ നിറഞ്ഞിരുന്ന ഹൃദയങ്ങൾ ഇന്ന് നിശബ്ദമായി കരയുന്നു. കാരണം നിശബ്ദമായി സമൂഹത്തിൻ്റെ ഞരമ്പുകളിലൂടെ വിഷം പടർത്തുന്ന ഒരു ശത്രു നമ്മുടെ ഇടയിലുണ്ട്. ലഹരി ഒരു കൊടുങ്കാറ്റ് പോലെയല്ല. അതിൻ്റെ വരവ് ആരും കേൾക്കില്ല. അതൊരു മൃദുക്കാറ്റ് പോലെ കടന്നു വരും. ഒരു തവണ മാത്രം എന്ന വാക്കിലൂടെ മനസ്സിനെ വശീകരിക്കും. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ വേരുകൾ തന്നെ പിഴുതെറിയും. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ചും തന്മൂലം വന്നു ഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ശരിയായ അവബോധം ജനങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. പ്രശസ്ത ദാർശനികനായ ബർട്രൻ റസൽ പറയുന്നു, മദ്യപാനം താൽക്കാലിക ആത്മഹത്യയാണ്. അക്ഷരാർത്ഥത്തിൽ കുറേ പേരെങ്കിലും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ലഹരിയുടെ ഉപയോഗമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. ജൊനാഥൻ സ്വിഫ്റ്റിൻ്റെ അഭിപ്രായത്തിൽ കുപ്പികളിലൂടെ ഭ്രാന്ത് കൈമാറുന്ന സ്ഥലമാണ് മദ്യശാല. ഇങ്ങനെ വിതരണം ചെയ്യുന്ന ഭ്രാന്തിൻ്റെ തിക്തഫലങ്ങൾ ആരൊക്കെയാകും അനുഭവിക്കേണ്ടി വരുന്നത്? മാതാപിതാക്കൾ മദ്യപിക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന മുദ്രാവാക്യമാണിത്. ലഹരി ഉപയോഗിക്കുന്നത് വഴി ആരോഗ്യം നഷ്ടമാകുന്നു. മാരകമായ പല രോഗങ്ങളും
ലഹരി ഉപയോഗിക്കുന്നവർക്ക് പിടിപെടുന്നു. രോഗങ്ങൾക്ക് പുറമെ വാഹന അപകടങ്ങൾക്കും മറ്റു പല അപകടങ്ങൾക്കും മദ്യവും മയക്കുമരുന്നും വഴികാട്ടുന്നുണ്ട്. സമ്പത്ത് അളവില്ലാത്ത വിധത്തിൽ നഷ്ടമാകുന്നതിന് ലഹരി ഉപയോഗം വഴിതെളിക്കുന്നു. സുബോധം നഷ്ടപ്പെടുന്ന മദ്യപാനികളും മറ്റും എത്ര മണിക്കൂറുകളാണ് ഒന്നും ചെയ്യാനാകാതെ പാഴാക്കുന്നത്. ക്രിയാത്മകമായി ഉപയോഗിക്കപ്പെടാവുന്ന എത്ര നേരമാണ് ഇക്കൂട്ടർ മദ്യച്ചെകുത്താൻ അടിയറ വയ്ക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ വലിയ സമ്പത്തായ മാനവ വിഭവശേഷിയാണ് ഈ വിധത്തിൽ നഷ്ടമാകുന്നത്. നാം ഓർക്കണം, ശക്തി പേശികളിലല്ല, ഇല്ല എന്ന് പറയാൻ കഴിയുന്ന മനസ്സിനാണ്. യഥാർത്ഥ ധൈര്യം തെറ്റിനെ പിന്തുടരുന്നതിലല്ല, ശരിയെ ഉറച്ചുനിന്ന് തിരഞ്ഞെടുക്കുന്നതിലാണ്. നമ്മുടെ ജീവിതം ഒരേയൊരു അവസരമാണ്. അത് ലഹരിയുടെ പുകയാക്കി ആകാശത്തേക്ക് പറത്തിക്കളയരുത്. പ്രകാശത്തിൻ്റെ വെളിച്ചമാക്കി ലോകത്തിനു മുൻപിൽ തെളിയിക്കണം. നന്ദി. Thank you, Nachiket, for your inspiring words. ഇന്നത്തെ ആദ്യ സംപ്രേക്ഷണം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിജ്ഞാനപ്രദവും രസകരവുമായ പരിപാടികളുമായി വീണ്ടും കാണാം. This is St. Thomas Radio 2.0 signing off. Stay informed, stay inspired and keep smiling. Have a wonderful day. Thank you.